തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഇൻഡെക്സ് 25,200 എന്ന ലെവലിനെ മറികടക്കുകയും ചെയ്തു. കഴിഞ്ഞ 12 ദിവസമായി ഇന്ത്യൻ മാർക്കറ്റ് ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകുന്നത്. മാർക്കറ്റിൽ ഹയർ ഹൈ ഹയർ ലോ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനും കാണാൻ സാധിക്കും. വരും സമയങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,400, 25,800 തുടങ്ങിയ റേഞ്ചുകൾ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ഡോജി ഫോമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിലേക്കുള്ള ഇൻഡിസിസീവ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഹയർ സൈഡിൽ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം 3 ആഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ബൈയിങ് മൊമെൻറ്റം നിലനിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റ് 25,400, 25,500 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തും എന്നാണ് ഏഞ്ചൽ വണ്ണിൻ്റെ ടെക്നിക്കൽ അനലിസ്റ്റ് പറയുന്നത്. കൂടാതെ 25,000 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഓപ്ഷൻ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ അവിടെയും 25,700, 25,800 തുടങ്ങിയ സോണുകളിലാണ് റെസിസ്റ്റൻസ്. 25,000 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. മന്ത്ലി ക്യാൻഡിൽ പാറ്റേണിൽ ബോട്ടം ലെവലിലുള്ള ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ 25,000 മുകളിലുള്ള സ്ട്രോങ് ബ്രേക്കൗട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിൽ പാറ്റേൺ കാണാൻ സാധിക്കും. അതേസമയം ഡെയിലി ക്യാൻഡിൽ പാറ്റേണിൽ ഹയർ സൈഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഡോജി ചിലപ്പോൾ മാർക്കറ്റ് 25,000 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഇനി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഡേറ്റ. ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഡേറ്റ കഴിഞ്ഞ വർഷത്തേക്കാളും കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഇടിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രധാന അപ്ഡേറ്റ്. മാർക്കറ്റ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഡേറ്റയിൽ ഒരു സ്ലോ ഡൗൺ പ്രതീക്ഷിച്ചിരുന്നു. 6.85% GDP ഗ്രോത്താണ് ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. പക്ഷേ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയേക്കാൾ താഴെ 6.7%-അടുത്തുള്ള എക്കോണമിക് ഗ്രോത്താണ് ഏപ്രിൽ ജൂൺ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഡേറ്റ് 7.8% ഇന്ത്യയുടെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ റിയൽ GDP 40.91 ട്രില്യൺ രൂപയിൽ നിന്നും 43.63 ട്രില്യൺ രൂപയായി ഉയർന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ സെക്ടർ 2% വളർച്ച കൈവരിച്ചപ്പോൾ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലാണ് മികച്ച വളർച്ച കാണാൻ സാധിച്ചത്. മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് 7% ഉയർന്നു. കഴിഞ്ഞ വർഷം മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് 5% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റ് 5% വളർച്ചയായിരുന്നു കൈവരിച്ചത്. അവിടെ നിന്നും മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൻ്റെ ഗ്രോത്ത് 7%-ലേക്ക് ഉയർന്നിട്ടുണ്ട്. 2023 ഫെബ്രുവരി മാസം മുതൽ ഇന്ത്യയുടെ റിപ്പോ റേറ്റ് RBI മാറ്റം വരുത്തിയിട്ടില്ല. 6.5% റിപ്പോ റേറ്റിനടുത്തായിട്ടാണ് നിലനിൽക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നതോടുകൂടി എക്കോണമിയിൽ കൂടുതൽ ആക്ടിവേഷൻ അല്ലെങ്കിൽ കൂടുതൽ ഫാസ്റ്റ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് SJVN, NHPC തുടങ്ങിയ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്. SJVN, NHPC തുടങ്ങിയ 2 കമ്പനികൾക്കും ഗവൺമെൻറ് നവരത്ന സ്റ്റാറ്റസ് നൽകി എന്നുള്ളതാണ് ഈ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. NHPCയുടെ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ അവസാന 1 മണിക്കൂറിൽ സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വന്നതായിട്ടും കാണാൻ സാധിക്കും. പവർ സെഗ്മെൻറ്റിലെ പ്രത്യേകിച്ചും ഇന്ത്യൻ പവർ സെഗ്മെൻറ്റിലെ മികച്ച 2 കമ്പനികളാണ് SJVNും NHPCയും. NHPC ഹൈഡ്രോ പവർ സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്നു. SJVN റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത്. NHPC എന്ന കമ്പനിക്കും റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ എക്സ്പോസറുണ്ട്. NHPC എന്ന കമ്പനി ഇതുവരെ മിനിരത്ന കാറ്റഗറി 1 കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. ഇനി കമ്പനി നവരത്ന സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടുണ്ട്. നവരത്ന സ്റ്റാറ്റസിലേക്ക് മാറുന്നത് വഴി കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റർ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. കൂടാതെ എംപ്ലോയേഴ്സിനും കമ്പനിയുടെ എഫിഷ്യൻസിയിലും മാറ്റം വരും. ഉയർന്ന കാപ്പെക്സും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും ഡ്രൈവ് ഗ്രോത്തും അതുപോലെ തന്നെ എക്സ്പാൻഡഡ് മാർക്കറ്റ് റീച്ചുമൊക്കെ വരും സമയങ്ങളിൽ NHPC എന്ന കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കാം. NHPC, SJVN എന്നീ കമ്പനികൾ കൂടാതെ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SESI, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി എന്നീ 2 കമ്പനികൾക്കും നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചിട്ടുണ്ട്. NHPCയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മറ്റൊരു പ്രധാന അപ്ഡേറ്റ്, NHPC അതിൻ്റെ ബോറോവിംഗ് ലിമിറ്റ് 40,000 കോടിയിൽ നിന്നും 50,000 കോടിയിലേക്ക് ഉയർത്താനുള്ള തീരുമാനത്തിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. കഴിഞ്ഞ ദിവസം നടന്ന AGMലാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വന്നത്. NHPCയും
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 86% റിട്ടേണും 2 വർഷം കൊണ്ട് 163%-നടുത്ത് റിട്ടേണും നൽകി. സ്റ്റോക്കിൻ്റെ RSI 39.1-നടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇത് സ്റ്റോക്ക് ഓവർ ബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല എന്നുള്ള സൂചന നൽകുന്നുണ്ട്. അതേസമയം സ്റ്റോക്ക് 5 ഡേ 10 ഡേ 20 ഡേ 50 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി NHPC, SJVN തുടങ്ങിയ കമ്പനികൾക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇത് കമ്പനിയുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നവരത്ന സ്റ്റാറ്റസ് ലഭിച്ച ഒരു കമ്പനിക്ക് 1000 കോടി രൂപയ്ക്ക് അകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ 1000 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ നേടേണ്ട ആവശ്യമില്ല. ഇത് ഈ കമ്പനികൾക്ക് വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനും കമ്പനികളുടെ നെറ്റ് വർത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായകമായി മാറിയേക്കാം. NHPC എന്ന സ്റ്റോക്കും കൺസോൾട്ടേഷൻ ഫേസിലാണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റിയുമുണ്ട്. സ്റ്റോക്ക് കഴിഞ്ഞ 3 ആഴ്ചയായി 90 മുതൽ 95 ഇടയിലുള്ള റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം 96-നടുത്ത് ക്ലോസിംഗ് നൽകി. വരും സമയങ്ങളിൽ 100 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് 106, 110 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. ഇതുപോലെ തന്നെ SJVN എന്ന സ്റ്റോക്കും ദീർഘകാലമായി കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. SJVNനെ സംബന്ധിച്ചിടത്തോളം 125 രൂപയുടെ സപ്പോർട്ടും 150 രൂപയുടെ റെസിസ്റ്റൻസുമാണുള്ളത്. റീസെൻ്റ്ലി സ്റ്റോക്ക് 135-നും 125-നും ഇടയിൽ ട്രേഡ് ചെയ്യുകയാണ്. 138 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഫർദർ ഹയർ സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.